ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ വന്നതെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നീല ചായ, ബ്ലൂ ടീ. പണ്ട് ചായ എന്നാൽ കട്ടൻ, പാൽ എന്നിവയായിരുന്നു. എന്നാൽ ഇന്ന് ഗ്രീൻ ടീ, ലെമൺ ടീ, ജിഞ്ചർ ടീ എന്നീ പട്ടികയിലേക്ക് ഇതാ ഒരു ചായ കൂടി. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടർഫ്ലൈ പീ ഫ്ലവർ കൊണ്ടാണ്, അതായത് ശംഖുപുഷ്പം കൊണ്ട്. ഇതിന് ആമസോണിന് 1 ഗ്രാമിന് 200 രൂപയാണ് വില. ഇത് പൗഡറായും ഡ്രൈ ഫ്ലവറായും ലഭിക്കുന്നു. ഇതിന് കുറെ ഹെൽത്ത് ബെനിഫിറ്റുകളുണ്ട്. നമ്മുടെ വേലിപ്പടർപ്പിലും വീട്ടുമുറ്റത്തും എല്ലാം ധാരാളമായി ഇത് കാണുന്നു. ഈ ബ്ലൂ ടീ ഉണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ല. ഇതിൽ ആന്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അകാല വാർദ്ധക്യത്തെ തടയാനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയാനും ഇത് സഹായിക്കുന്നു. ഇത് നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇടാതെയും ഇത് കഴിക്കാം. പഞ്ചസാര ഇടാതെ കഴിച്ചാൽ പ്രമേഹത്തിന് നല്ലൊരു ഔഷധമാണ്. അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തെ നിലനിർത്താനും ഈ ചായക്ക് കഴിവുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ശംഖുപുഷ്പം ഇടാണ്. 2 ശംഖുപുഷ്പം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഉണക്കി വെച്ചത് ഇവിടെ ഉണ്ടായിരുന്നു, അതാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ തിളച്ച് വരുമ്പം നമുക്ക് കാണാം ഒരു ചായക്ക് കുറച്ച് നിറമൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അരിച്ചൊഴിക്കാം. കണ്ടോ, അരിച്ചൊഴിക്കുമ്പോൾ നമ്മുടെ ചായക്ക് നല്ല നീല നിറം വന്നിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡന്റ് ശംഖുപുഷ്പത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസറിന് കാരണമാകുന്ന കോശങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇത് ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ തീവ്രത കുറയ്ക്കും. ഇനി നമുക്ക് ബ്ലൂ ടീയുടെ മറ്റൊരു മാജിക്ക് കാണാം. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ചെറുനാരങ്ങ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ നിറം വ്യത്യാസപ്പെടുന്നത് കാണുന്നില്ലേ? ഇത് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ വെറൈറ്റി ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാം. ബ്ലൂ ടീ ഉണ്ടാക്കുന്നതും ബ്ലൂ ടീയുടെ ഹെൽത്ത് ബെനിഫിറ്റും ഇപ്പം മനസ്സിലായില്ലേ? എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.